പൂരവും മേളവുമെല്ലാം നമുക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. ഓരോ മേള കലാകാരനും അദ്ദേഹത്തിൻ്റെ വാദ്യോപകരണത്തിൽ ചടുലമായ താളങ്ങളോടുകൂടി നമ്മെ ത്രസിപ്പിക്കാറുണ്ട്. പക്ഷേ അവരുടെ ജീവിതം ഈ സീസൺ കഴിഞ്ഞു കഴിഞ്ഞാൽ അത്ര താളാത്മകമല്ല. പലരും ബുദ്ധിമുട്ടുകയാണ്, ഓരോ ദിവസത്തെ അന്നം കണ്ടെത്താനുള്ള ബുദ്ധിമുട്ട്. ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് പ്രശസ്ത തിമില കലാകാരൻ ഗുരുവായൂർ ഹരിവാര്യരെയാണ്. ഒരുവിധം കലാകാരന്മാരൊക്കെ സീസൺ കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ഒരു സൈഡ് ജോലി, അവരുടെ നിത്യദാന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ പല ഫീൽഡിലേക്കും മാറുന്നവരുണ്ട്. നമ്മൾ പൂരപ്പറമ്പുകൾ കാണുമ്പോൾ വളരെ ഗ്ലാമർ താരങ്ങളായിട്ടാണ് ഞങ്ങളൊക്കെ നിങ്ങളെ കാണാറുള്ളത്. പക്ഷേ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളൊരു ജീവിതം എങ്ങനെയാണ്? നമ്മളെ ബുദ്ധിമുട്ടും നമ്മളുടെ മനസ്സിൽ പുറത്തല്ല. അപ്പം നമ്മൾ ചെല്ലുമ്പോൾ വൃത്തിയായിട്ട് ചെല്ലണു, വൃത്തിയായിട്ട് നമ്മളെ കല നമ്മൾ അവതരിപ്പിക്കുന്നു, അതിനുള്ള പ്രതിഫലം മേടിച്ച് പോരുന്നു. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞാൽ, സീസൺ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ വേണ്ടതെന്നുള്ള ആലോചനയാണ്. ശിഷ്യരെല്ലാവരും ചേർന്ന് ഒരു ഓട്ടോ മേടിച്ച് തന്നിരിക്കുകയാണ്. അതെങ്ങനെയാണ് അതിലേക്ക് എത്തിയ ഒരു കാര്യം എങ്ങനെയാണ്? അതിലേക്ക് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അവർക്കറിയാം. അവർ പറഞ്ഞു കേട്ടിട്ടും എൻ്റെ ജീവിതം നടക്കുന്നതും കണ്ടിട്ടാണ് അവർ ഇങ്ങനെ ഒരു ഇതിലേക്ക് കടന്നത്. ആശാൻ്റെ സങ്കടാവസ്ഥ കണ്ട് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തതെന്നുള്ളതാണ്. അത് നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ചെയ്തിട്ടുള്ളത് ആകെ 8 ആൾ ചേർന്നിട്ടാണ്. സംഗതി ഇപ്പോൾ എനിക്ക് ശിഷ്യന്മാർ കുറേ ഉണ്ട്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ കല മാത്രം വെച്ച് ഉപജീവനം നടത്താനായിട്ട് കഴിയാത്തൊരവസ്ഥയാണല്ലേ? എന്നെ പോലെ ഒരുപാട് ആൾക്കാർ കഷ്ടതകളും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാർ ഈ വാദ്യകലാരംഗത്തുണ്ട്. ഹരിയാശാൻ പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു പ്രതീകമാണ്, നൂറുകണക്കിന് വാദ്യകലാകാരന്മാരുടെ പ്രതീകം. ഒരുപാട് വാദ്യകലാകാരന്മാരാണ് സമാനമായ രീതിയിൽ ആ ഒരു സീസൺ കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കാനായി ബുദ്ധിമുട്ടുന്നത്. സുജി പട്ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.